നല്ല ആസ്വദിച്ച് പഴം തിന്നിട്ടേ നമ്മൾ വെറുതെ അതിന്റെ തൊലി വേസ്റ്റ് കൊട്ടയിലോട്ട് കൊണ്ടിടത്തില്ലേ, അവനൊരൊന്നാം തരം ഫെർട്ടിലൈസർ ആണെന്ന് എത്ര പേർക്കറിയാം. ഇതുപോലെ നമ്മുടെ പീസ് ലില്ലിയൊക്കെ സൂപ്പറായിട്ട് വളർന്നു വരാൻ, നന്നായിട്ട് പൂവിടാന് ഒരൊറ്റ പഴത്തൊലി മതി. ഈ ഉഗ്രൻ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനേ, ഈ സൂപ്പർ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനേ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഈ ബനാന പീല് ഇവരെ ഒന്ന് ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കീറിയെടുത്ത് നമുക്കൊരു ബോളിനകത്ത് ഇട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു വെക്കുക. ഞാൻ സാധാരണ ചെയ്യുന്നത് ഇവരെ ഇങ്ങനെ എടുത്ത് ഇതിനകത്ത് ഹാഫ് വെള്ളം ഒഴിച്ചു വെക്കും. ഇത്ര ഒരു ചെടിക്കാണെങ്കിൽ എനിക്ക് ഒരു ബനാന പീല് മതി. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ 2 ബനാന പീലുണ്ട്. അവര് ഇത് 48 മണിക്കൂറായിട്ട് ഇതിനകത്ത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇവരെ ഇനിയും അരിച്ചു വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് ഇത്രയും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. പീസ് ലില്ലിയൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് അല്ലേ, അപ്പൊ നമ്മൾ പ്രത്യേകിച്ചും അവരെ അരിച്ചു വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ പീസ് ലില്ലിക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ബനാന പീല് സോക്ക് ചെയ്ത് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഉണക്കി പൊടിച്ചെടുത്ത മുട്ടത്തോട് ഉണക്കി പൊടിച്ചെടുത്തതും ഇട്ടു കൊടുക്കും. ഇത് രണ്ടും മാത്രമാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസർ. അപ്പൊ കൂടുതൽ പൂക്കളും കൂടുതൽ ചെടികളും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.